പ്രവാചകൻ്റെ ഒരു അധ്യാപനം, മറ്റുള്ളവരോട് യുദ്ധം ചെയ്ത് അതല്ലെങ്കിൽ പോരടിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ജേതാവ്. സ്വന്തത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ജേതാവ് എന്ന് പറയുന്നത്. സ്വന്തത്തെ കൺട്രോൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ ജേതാവ്. അഥവാ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ലോകം കീഴടക്കിയവരൊക്കെ സ്വന്തം മനസ്സിനെ കീഴടക്കിയവരാണ്. സ്വന്തം മനസ്സിലേക്ക് വരുന്ന സമയത്ത് മനസ്സിന് രണ്ട് പാർട്ടുണ്ടെന്ന് നമുക്കറിയാം, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഉഴുതുമറിച്ചിട്ടൊരു വയൽ പോലെയാണ്. അവിടെ എന്താണോ നട്ടുപിടിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് അവിടെ നിന്ന് ഫലം കിട്ടുക. നമ്മൾ നല്ല മധുരമുള്ള കരിമ്പ് നട്ടു, നല്ല മധുരമുള്ള കരിമ്പ് നമുക്ക് ലഭിക്കും. നല്ല മധുരമുള്ള മാമ്പഴം നട്ടുപിടിപ്പിച്ചു, നല്ല മധുരമുള്ള മാമ്പഴം തന്നെയാണ് നമുക്ക് കിട്ടുക. എന്നാൽ നമ്മൾ കയ്പ് നട്ടുപിടിപ്പിച്ചാലോ, നല്ല കയ്പുള്ള കയ്പയാണ് കിട്ടുക. എന്നാൽ ഹെംലോക്ക്, നല്ല വിഷമുള്ള ഹെംലോക്ക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഹെംലോക്ക്, നല്ല വിഷമുള്ള ഹെംലോക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുക. എന്താണോ നിങ്ങളുടെ ഇൻപുട്ട് അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ എന്താണോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പം എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ കാതുകൾ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ രുചിയെയും എൻ്റെ സ്മെല്ലിനെയും അങ്ങനെ ഓരോന്നോരോന്ന് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. അതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കാം. എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നാമാണ്. അപ്പം നമ്മെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അഥവാ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്ത് വിത്ത് നട്ടാലും അതിനനുസരിച്ച് അവിടുന്ന് ഫലം ലഭിക്കുകയുള്ളൂ. ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാവൂ. അപ്പം ഔട്ട്പുട്ട് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇൻപുട്ട് ഏറ്റവും മികച്ചത് നിങ്ങൾ കൊടുക്കണം. ഇൻപുട്ട് നന്നാവട്ടെ എങ്കിൽ ഔട്ട്പുട്ട് നന്നാവും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും.